ഇത് രാവിലെ തന്നെ അപ്പിക്കുട്ടി ആയിട്ടാ നന്ദക്കുട്ടി രാവിലെ തന്നെ കരച്ചിലായിരുന്നേ. 2 ദിവസം ലീവ് കിട്ടിയ നന്ദക്കുട്ടി ഇങ്ങനെയാ അല്ലേ, അമ്മ പോണ്ട എന്നൊക്കെ പറയും. അപ്പം അമ്മേനെ ഡ്യൂട്ടിക്ക് കൊണ്ടാക്കി തരാൻ വരിക അല്ലേ, കൊണ്ടാക്കിയിട്ട് ഓടി വന്ന് കിടക്കൂലേ? അക്കുവിനെ സ്കൂളിലും കൊണ്ടാക്കും, മിഠായി വാങ്ങും. അതിനാണ് ഇറങ്ങി തിരിച്ചത് അല്ലേ? ഈ രാവിലെ നല്ല തണുപ്പത്ത് കിടന്നുറങ്ങിക്കൂടെ വേണ്ട എനിക്ക്? നമുക്കതിന് പറ്റായിട്ടല്ലേ? എന്താ സുഖം കിടന്നുറങ്ങാന്. സീറ്റ് ബെൽറ്റ് ഇട്ടോക്കോ? നമുക്ക് വേണ്ട. അപ്പൊ നോക്കി സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേ? തെറിച്ചു പോവൂലേ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ? ഇട്ടിട്ടുണ്ട് കേട്ടോ. അമ്മ കാണിച്ചു തന്നു. ഞാൻ വീഡിയോ കാണിച്ചു കൊടുത്തായിരുന്നു നന്ദക്കുട്ടിക്ക്. കാറിൽ എന്തുകൊണ്ടാണ് എണീറ്റ് നിൽക്കരുത് എന്ന് പറയണത്, സീറ്റ് ബെൽറ്റ് ഇടണം എന്ന് പറയണത്, ഇല്ലെങ്കിലൊക്കെ തെറിച്ചു പോകുന്നൊക്കെയുള്ള വീഡിയോ കാണിച്ചു കൊടുത്തിരുന്നു. അതാണ് പറയണേ. അമ്മേനെ ഡ്യൂട്ടിക്ക് കൊണ്ടാക്കിയിട്ട് അക്കുവിനെ സ്കൂളിലും കൊണ്ടാക്കിയിട്ട് കടയിൽ പോയിട്ട് പാല് വാങ്ങിയിട്ട് എന്നിട്ട് തൊട്ടിൽ കിടക്കണം അല്ലേ? എന്തോന്ന് മൂളാത്തെ? മൂളാട്ടല്ല അല്ലേ? വെയിലുണ്ടോ? വെയിൽ കൊള്ളുന്നത് നല്ലതാ. അക്കു ചേട്ടാ ബൈ. ആ പാട്ട് ഓഫ് ആക്കിയടാ. ഇവിടെ ഇറങ്ങാ. വണ്ടി ഉണ്ടോ ബാക്കില്? ഇല്ലല്ലോ, ഇവിടെ ഇറങ്ങിക്കോളാം. പൊന്നമ്പി അമ്മ പോട്ടെ. ഈ പെണ്ണിനാണോ വെള്ളം ചോദിച്ചത്? കുടിച്ചോട്ടെ. കാക്കച്ചിയോ? വെള്ളം കുടിച്ചില്ലേ? വെള്ളം കുടിച്ച കുട്ടികളല്ലേ അമ്മേ? അമ്മയ്ക്ക് വേണ്ട, അമ്മേന്റെ മോള് കുടിച്ചു. വെള്ളം തരാം, പാല് വെള്ളം തരാം, പാല് അമ്മ പാല്. ഞാൻ ഗ്ലാസ് അവിടെ നോട്ടെ. ആഹാ, വേസ്റ്റ് ഇടുന്ന സാധനമാണത് നന്ദന്റെ. കൊത്ത് കിട്ടുന്നിടന്ന് ഇതാ ഇതിലേ അക്കുവിനെ കൂട്ടാൻ പോവാണ് അല്ലേ? കൈകൊണ്ട് കാണിക്കണോക്ക്. ഞാൻ വീഡിയോ എടുക്കാന്ന് അതിന് മനസ്സിലായി. അവിടുന്ന് വിളിച്ചോ? കുട്ടികളൊക്കെ കേട്ടോ? എല്ലാരും കേട്ടോ. എന്ത് അത് നമ്മൾ ഇന്ന് വാങ്ങിക്കുള്ളൂ. അയ്യോ, നിലത്തിടല്ലേ. ഇത് ജാഫർ ചേട്ടനും ഷമീം ചേട്ടനും കൂടി തന്ന സാധനങ്ങളാട്ടോ. ആണോ? അക്കുവിന് വേണ്ട? ടേസ്റ്റ് ഒരു കടി ഉണ്ടോ? ഇഷ്ടായോ?
വിളിച്ചു. സോമി ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് പേഷ്യൻസിനെയും കൊണ്ട്. അപ്പോൾ അവൾക്ക് വിശക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ പോയി ചോറ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ കൂടെ വരാൻ നിൽക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റല്. അവിടെ നിന്ന് അവളെയും കൂടി എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ. ഇടയ്ക്കിടയ്ക്ക് ഒരു അന്നദാനമുള്ളതാണ്. ഒന്ന് പോണം അവിടെ. ഉച്ചക്ക് വിളിക്കുന്നുണ്ട്, കൊണ്ടുവരാൻ വരണം. കൊണ്ടാക്കും വേണം, അവളെ തിരിച്ചിവിടെ കൊണ്ടാക്കും വേണം. ഇതാ ആരാ നോക്ക്. വെയിലൊക്കെ കൊള്ളട്ടെ, വൈറ്റമിൻ ഡി കിട്ടട്ടെ. എനിക്ക് വൈറ്റമിൻ ഡി കിട്ടട്ടെ. അത് രാവിലത്തെ വെയിൽ വേണ്ടേ? അങ്ങനല്ല, ഖത്തറിൽ ഉച്ചക്കത്തെ വെയിലാ കൊള്ളേണ്ടത്, രാവിലത്തെ വെയിൽ കൊണ്ട് കാര്യമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് എന്നെ വൈറ്റമിൻ ഡി കൂടിയാണ്. നല്ലമേ എനിക്കൂടെ എന്തെങ്കിലും തരുമോ? വിശക്കുന്നു. ഇല്ലേ? നിലത്തിടല്ലേ? എന്നാ ഞാൻ ഐസ്ക്രീം മേടിക്കാൻ ഇരിക്കുവായിരുന്നു. ഒന്നും എനിക്ക് വേണ്ട. മധുരമൊന്നും കഴിക്കൂല, തടി കൂടി വെച്ചിട്ടാ. തടി കൂടുമെന്ന് വിചാരിച്ചിട്ടല്ല, നല്ലതെന്തെങ്കിലും വരുന്നെങ്കിൽ ഞാൻ കഴിച്ചത്. ഇത് നല്ല അടിപൊളി ടേസ്റ്റാ. നല്ല തമിഴ്നാട് കൊണ്ടുവന്നതാ. ഒന്നും തരില്ല. എന്നാ ഞാൻ പോവാ. അജു എന്നെ കൊണ്ട് വിട്ടേക്ക്. അജു അമ്മേ എന്നെ കൊല്ലും. അജു ഇതാരാടാ നിനക്ക് ലൈസൻസ് വന്നത്? റൈഡർ, പ്രോ റൈഡർ. അല്ല പറഞ്ഞിന്റെ ലൈസൻസ് കട്ട് ചെയ്യിപ്പിക്കാനാ. നീ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത്? വണ്ടി ഇല്ലല്ലോ തന്റെ അടുത്ത്. വണ്ടി ഉണ്ടോ? കൊണ്ടാക്കി തരണ്ടേ? തിരിച്ച് ഞാൻ തന്നെ കൊണ്ടാക്കി തരണ്ടേ? ആലോചിച്ചോ? ആലോചിച്ചിട്ട് പറ. യൂബർ യൂബർ പിടിച്ചിട്ട് വന്നൂടെ? എന്തിനാ അല്ല അണ്ണൻ കൊണ്ട് വിടൂടാ. അണ്ണൻ തേങ്ങ വരും. അല്ല ഞാൻ വണ്ടി എടുത്തോണ്ട് പോവടോ. ഏത് വണ്ടി? ഈ വണ്ടി. ഞാൻ പോട്ടെ, നിങ്ങൾ ഇറക്കിയിട്ട് ഞാൻ പോകും. നിങ്ങൾ എങ്ങനെ പോരും? നന്ദമ എന്നെ കൊണ്ട് വിടാവോ? സോമി ശ്രീമോളെ, സോമി രാവിലെ ഉച്ചക്ക് വിളിച്ചിട്ട് എന്താ അവിടെ കഴിക്കാനുള്ളത്? വീട്ടിലില്ലാത്ത ഞാൻ എന്ത് പറയാനാ? ഞാൻ കേറ്റി കൊടുത്തു. നല്ല മീൻകറിയും സാധനങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു. ചെറുതൊരു മുട്ടയും എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കലക്കി കൊടുക്കും, തൈരും കലക്കി കൊടുക്കാം. ഡയലോഗ് അടിക്കുമ്പോ അല്ലെങ്കിൽ നേരെ നമുക്ക് സോമി ശരിക്കും വിശപ്പുണ്ടെങ്കിൽ പച്ചമുളകും എന്താ തൈരും മാത്രം മതി അല്ലേ? അങ്ങനെയല്ല, എനിക്ക് ശരിക്കും വിശപ്പുണ്ട്. ശരിക്കും വിശപ്പുണ്ടോ? എനിക്ക് ശരിക്കും വിശപ്പുണ്ടോ? എനിക്ക് മീൻ ലോക സീരിയസ് ആയിട്ട് പറയാം, വിശപ്പുണ്ടോ? വിശപ്പുണ്ട്. നമുക്ക് നേരെ ഇവിടെ പോലെ. എവിടെ? ഹോട്ടലിലെ ഫുഡാണോ? അവിടെ ഫുഡ് കിട്ടിയിട്ട് ഞാൻ കഴിക്കാഞ്ഞതാടാ. ആ ഫുഡ് ഇങ്ങോട്ട് എടുത്തുകൂടായിരുന്നോ നിനക്ക്? അത് കവറില്ലായിരുന്നു, അല്ലേ ഞാൻ എടുത്തോണ്ട് വന്നേനെ. എനിക്ക് നാണം കേട് ഉണക്കാം. പിന്നെ ഇവിടെ ഇതിന്റെ പരിപാടിക്ക് പോയിട്ട് കവറിൽ മറ്റേ പൊതിഞ്ഞുകൊണ്ട് നിങ്ങളാണ് നാണക്കേടിന്റെ കാര്യം പറയണ അല്ലേ? ഒരു മീറ്റിങ്ങിന് പോയിട്ട് അവിടുത്തെ ഫുഡ് ഇസ്കി കൊണ്ടുവന്നാണ് ഞങ്ങൾ കണ്ടാണ്. ആയിട്ട് കൊടുക്കുന്ന പവർ ബാങ്ക് വരെ മാറ്റി പോകുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, നിന്റെ ചേച്ചിക്ക് ഇല്ലാത്ത സ്നേഹം എനിക്ക് നിന്നോടുണ്ടായിരുന്നു. ഞാനാണ് നിനക്ക് എടുത്തോണ്ട് വന്നത്. നീ അന്നപ്പോ എന്നോട് പറഞ്ഞു നിനക്ക് കബാബ് വേണമെന്ന്. അപ്പൊ ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞപ്പോ ഞങ്ങളോ ഏതായാലും കഴിക്കില്ല. അപ്പം ചെലവ് ചുരുക്കിയതാണ്. അവിടെ ആകുമ്പോ പൈസ കൊടുക്കണ്ടല്ലോ, വെറുതെ പോന്നാ പോലെ. നിനക്ക് കൊടുത്ത നമ്മള് അടുത്ത കോൺഫറൻസ് വരുവേ. നീ നാളെ എന്നെ പിക്ക് ചെയ്യാൻ വാ. അപ്പൊ ഞാൻ നിനക്ക് അവിടുത്തെ ഫുഡ് തരത്തില്ല. ഞാൻ അക്കുനോണ്ട് കൊടുക്കും. നാളെ വരണം, വരൂല, നിങ്ങള് വരണ്ട. ഞാൻ നാളെ മുതൽ ഡ്യൂട്ടിക്ക് വണ്ടിയല്ല പോകുന്നത്. അക്കുന് കൊണ്ടുവരണേ അമ്മ. അക്കുന് കൊണ്ടുവരണേ. ഞാൻ കൊണ്ടുവരാം അക്കു. ഞാൻ നാളെ പോത്തുംകാലെന്ന് അച്ഛമ്മ പണ്ട് നാട്ടിൽ തന്നെ ഓർമ്മ കേട്ടോ. നന്ദിക്ക് തിന്ന് കഴിഞ്ഞപ്പോ അവളെ എനിക്ക് തന്നിരിക്കുന്നു. അത് മതിയായോണ്ട് തന്നതാ. ആദ്യമേ ചോദിച്ചപ്പോ വേണ്ടായിരുന്നു. എന്നാ എനിക്ക് വേണ്ട, എനിക്കും വേണ്ട, വെച്ചു. എനിക്ക് വേണ്ട, വെക്കടി വെക്ക്. ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് നാട്ടിൽ പോയി വന്നപ്പോ കൊണ്ടുവന്നതാ. അവൻ എപ്പോഴും ഇതാ കൊണ്ട്. അയ്യോ നല്ല മൈസൂർ പാക്കൊക്കെ ഉണ്ടല്ലോ, നല്ല നെയ്യിൽ ഇങ്ങനെ വായിലിട്ട് അലിഞ്ഞു പോണ മൈസൂർ പാക്ക. ജിലേബി എല്ലാം ഒക്കെ കൊണ്ടുവരണ്ടായിരുന്നു. ഇത് രസമുണ്ടോ? എവിടെ നാടാജു? നിനക്ക് വഴി തെറ്റിപ്പോയോ? അത്രകതീമാണ്, വക്കറല്ല, കൂരാടല്ല. വക്കറല്ല അറിയ പോടി.
ഒന്ന് ഇന്നിട്ട പാന്റ് ഊരിപ്പിച്ചു. എന്തിന് അച്ഛ പോവല്ലേ പാന്റ് ഊരി കൊടുത്തത് പാത്തച്ചോ എന്നിട്ട് ട്രൗസർ ഇട്ട് എവിടെ പോവാന്? സുഭാഷ് ചേട്ടൻ കടയിൽ പോകുന്നു പേടിച്ചിട്ടേ പാന്റ് ഇട്ട സുഭാഷ് ചേട്ടനെ പാന്റ് ഊരി എന്നിട്ട് അവളെ കൈ കൊടുത്ത് അവളത് പിടിച്ചോണ്ടിരിക്കുന്നു. സുഭാഷ് ചേട്ടൻ ട്രൗസർ ഇട്ട് പോയി എന്ന് പറഞ്ഞു പുറത്തേക്ക്. ഞാനേ അവളോട് പറഞ്ഞു നമ്മളെ വണ്ടി കേടായി വർക്ക്ഷോപ്പിലാണ്. അതിനിപ്പോ എന്തോ കോപ്പം അജീന്റെ വണ്ടിയില്ലേ, അത് ഇങ്ങനെ ഞെക്കിയാൽ സ്റ്റാർട്ട് ആവും. അയ്യടാ നല്ല വണ്ടിയാണ്. ഓള് നിക്കലുണ്ടോ? അത് ഇങ്ങനെ ഞെക്കിയാ സ്റ്റാർട്ട് ആവും. അച്ഛാ അങ്ങനത്തെ വണ്ടി നോക്കിക്കൊന്നോ ഞെക്കിയാ സ്റ്റാർട്ട് ആവണ വണ്ടി. ഏത് വണ്ടിയാ? അജുവിന്റെ വണ്ടി. അത് അങ്ങനെയാണോ? അത് സ്റ്റാർട്ട് ബട്ടൺ നെക്കിയാ മതി. ഞാൻ എന്റെ വണ്ടി തന്നേക്കട്ടെ. അത് ഞെക്കല്ലാതെ ഓ ഞങ്ങൾ ഞെക്കണേ എടുക്കുള്ളൂ. നോക്ക അതിന് സപ്പോർട്ട് പിടിക്കണേ. രണ്ട് വണ്ടി ഉണ്ടോ? എനിക്കൊരു വണ്ടി തരുവോ? എനിക്ക് അജു തരുവല്ലോ. അജു തരുവല്ലോ. വേണ്ടേ? തരുവെന്ന് അജു എനിക്ക് തരില്ലേടാ. എടാ ശവമേ, നിനക്ക് എന്താ വേണ്ടിയത്? ചിക്കൻ കബാബ്. അപ്പൊ പോത്ത് വിട്ടോ? നമുക്ക് അവിടെ പോയി പോത്തുംകാലം ഇല്ലടാ. നല്ല അല്ലേടാ അവിടുത്തെ പോത്തുംകാലം അന്നത്തെ അല്ലേടി? എവിടെയാ? എന്റെ അമ്മ, നീ മറന്നുപോയോ? അന്ന് നമ്മള് കഴിച്ചില്ലേ? ശരിയാ, നല്ലതാ. അത് നല്ലതാ കേട്ടോ. അല്ലായിരുന്നു സു വക്രയിലൊരു ഷോപ്പ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. ഇല്ല, സുഭാഷ് ചേട്ടല്ല, സേറ വന്ന ദിവസം. അല്ല, അന്ന് അവിടെ അണ്ണന് പണിയില്ലായിരുന്നോ? വീട് പണി നടക്കുന്ന ടൈം. അതല്ലൊക്കെ പറയുന്നത് മറ്റേ ലെഗ് പീസ് പോലത്തെ. വലിയ കാലല്ലേ? അല്ല, ലെഗ് പീസ് പോലെ പിടിക്കാൻ ചിക്കനെ സെയിം, അതിന് കുറച്ച് വലുതല്ലേ? ഈ ഉച്ചക്ക് തിന്നണ കാര്യമല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാല്ലോ അല്ലേ? ഇപ്പം പറഞ്ഞെന്താ അറിയോ, വേറെന്തോ ഒരു വലിയ കാലുണ്ടാക്കിയ നമ്മുടെ വീട്ടിലമ്മ. അതെന്തിന്റെ കാല? കോഴി, നാടൻ കോഴീന്റെ. അമ്മൂലൊക്കെ വലിയ വലിയ കാലം. അന്ന് നാടൻ കോഴി ഞാൻ വാങ്ങാൻ വേണ്ടി വാങ്ങി ഓർമ്മ എനിക്ക്. അത് ചിക്കന്റെ കാലാണ് പൊന്നു. ഉച്ചക്കുണ്ടല്ലോ വിശന്നിരിക്കുമ്പോ ഫുഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ നല്ല രസമല്ലേ? എന്നാലും ഒരു മീൻ വറുത്തതാ ഞാൻ പ്രതീക്ഷിച്ചത്. മീൻ വറുത്തത്. എടി തൈരുണ്ട്, മുട്ട ഉണ്ട്, എനിക്ക് തൈര് വേണം. പിന്നെ ഇന്നലത്തെ മോരുകറി ഉണ്ട് ഫ്രിഡ്ജില്. അതൊക്കെ കഴിഞ്ഞോ? ഒന്നും വേണ്ട, ഞാൻ അണ്ണൻ എനിക്ക് ബിരിയാണി മേടിച്ചു തരും ഇപ്പൊ. ശരിയാ, ഞങ്ങള് വെള്ളിയാഴ്ച ഒരു ബിരിയാണി വാങ്ങി, അടിപൊളി ബിരിയാണി, ദം ബിരിയാണി, ചിക്കൻ. എരിവൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റ് അല്ലേ? അത് എവിടുന്ന് വാങ്ങിച്ചു? ഹബ്ബ് തന്നെ അല്ലേ? ഞാൻ നടക്കും. ഉറപ്പാ? അങ്ങനെ ഉരുണ്ട് പോണ പോലെ തോന്നുള്ളൂ. ഈ സാധനം ഇവിടെ വൻ പ്രശ്നങ്ങളാ സൃഷ്ടിച്ച്. അബയ്ക്ക് വേണം, അക്കൂന് വേണം, നന്ദ ആർക്കും കൊടുക്കണില്ല. അതുകൊണ്ട് നന്ദ ഇതാ മോൾക്ക് ഇതാ, അമ്മ അക്കൂനോട് പറഞ്ഞ് വേറെ വാങ്ങിച്ചോളാം. അമ്മ വേറെ വാങ്ങിച്ചിട്ട് നന്ദയ്ക്ക് വേണോ? അത് വേറെ വേണോ? നന്ദയ്ക്ക് വാങ്ങിച്ചത് വേണോ? അത് ആരാ കളഞ്ഞ? അങ്ങനെ അക്കു വേറൊന്നും കൂടി നന്ദയ്ക്ക് വാങ്ങിച്ചു കൊടുക്കണേ. അബ്ബ അക്കു വിൽ ബൈ ആൻഡ് ഗിവ്. ഓക്കെ അക്കു ബൈ. അക്കു വാങ്ങിച്ചു കൊണ്ടു കേട്ടോ. അപ്പം ഓക്കെ, വേ വാങ്ങിച്ചിട്ട് വന്നാല്. ഇവിടെ ആകെ പ്രശ്നമാണ്, ഒരു ചെറിയ സാധനം കൊണ്ട് ഞാനത് അക്കുവിനെ വാങ്ങിക്കാൻ വിടുകയാണ് വേറെ. ഇത് നന്നായിട്ട് കിട്ടും. ഇതെങ്ങനെ ഇങ്ങനെ കളറ് പോയേ? നന്ദ തുടച്ചതാണോ? പിന്നെ എങ്ങനെ പോയേ? അത് സാരല്ല, അക്കുവിനെ കൊണ്ട് അമ്മ വേറെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അക്കുവിന് വേറെ വാങ്ങിക്കാൻ പൈസ കൊടുത്തപ്പം അബയ്ക്ക് കൊടുക്കാൻ സമ്മതിച്ചു. ഇവളാണെങ്കിൽ എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ട് അത് നന്ദയ്ക്ക് തിരിച്ചു കൊടുക്കാൻ നോക്കുന്നു. വൺസ് മോർ, ദിസ് ഓൾസോ യു നീഡ് 3 യു നീഡ്. ആഫ്റ്റർ പ്ലേയിങ് ഗിവ് ടു നന്ദ. ഓക്കെ, കൊടുക്കുമോ നോക്കാൻ വേണ്ടി ചോദിച്ചോട്ടോ. ഹാപ്പി? 1 2 3.
ഈ അബക്കുട്ടി ഈ ഒരു സാധനം കാരണം ഇന്ന് രാവിലെ തൊട്ട് അവിടെ ബഹളാണ്. കാരണം നന്ദ അത് കൊടുക്കൂല, അബ അവിടെ കരയുക, അവർക്ക് തന്നെ മനസ്സിലാവില്ല എന്തിനാ കരയുന്നത്. എന്താ പ്രശ്നം? ആര്? അക്കുപ്പ വാങ്ങിച്ചിട്ട് വരും. ഇനി അബക്കുട്ടി നന്ദയ്ക്ക് കൊടുക്കുമോ നോക്കട്ടെ കേട്ടോ. അബ പ്ലീസ് ഗീവ് നന്ദ. ഓക്കേ, കണ്ടോ നല്ല മോളാണ് അബ മോള്. നിനക്കെന്താ വേണ്ടാത്തേ? അമ്മ അക്കുവിനോട് പറഞ്ഞത് വേറെ കൊണ്ടുവരിച്ചിട്ടാണോ? അത് കണ്ടോ? അബ ക്യാൻ യു ഗീവ് ടു മീ? Can you give to me? Okay. Then give me. Okay. 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 എന്നാ give to Nanda. Okay. വാങ്ങിച്ചോ. കണ്ടോ ഓള് നല്ല മോളാണ്, പറഞ്ഞപ്പോഴേക്ക് തരുന്നുണ്ടല്ലോ. ആ നന്ദയ്ക്ക് വേണ്ട. അമ്മ അക്കുവിനോട് പറഞ്ഞിട്ട് പുതിയത് വാങ്ങിച്ചു തരാം കേട്ടോ. ഓക്കെ. ഹാപ്പി ആണോ? ഇതെന്തിനാ കരയണമെന്ന് ഓരോ വീട്ടുകാർക്കും അറിയില്ല. എനിക്ക് കാര്യം മനസ്സിലായി, കരയുണ്ടെങ്കിൽ ഇതിനാവുമെന്ന്. ഇങ്ങനെ ഈ പിണക്കൊക്കെ പിണങ്ങണ്ട കേട്ടോ. കേട്ടോ, അമ്മേൻ്റെ പൊന്നിക്ക് അമ്മ വാങ്ങിച്ചു തരാം കേട്ടോ. എന്താ മാമന് പഠിക്കുകയാണോ? അമ്മേനെ ഇഷ്ടാണോ? അച്ഛനെ ഇഷ്ടാണോ? അജീനെ ഇഷ്ടാണോ? അക്കുനെ ഇഷ്ടാണോ? കെട്ടി പിടിച്ചിട്ടുണ്ടോ? ഇന്നും സ്നേഹമില്ലാത്ത അക്കോ ഇതില് വീഴണ്ട. നാളെ സന്തോഷയോ? ഒരു കുറച്ചും കൂടി വേണം. 10 വേണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ബാക്കി എണ്ണാൻ അറിയില്ല. വെരി ഗുഡ്. സത്യം ഞാൻ വിചാരിച്ചു എത്ര വരെ എണ്ണു നോക്കട്ടേന്ന്. മറ്റേത് അതുകൊണ്ട് വേഗം അബയ്ക്ക് കൊടുത്തു കേട്ടോ. ഏതാ സാധനങ്ങളല്ലേ. ഇനി രണ്ടുപേരും ഇതിന് തല്ലുകൂടരുത് കേട്ടോ. എന്തിനു